നമസ്കാരം, എല്ലാവർക്കും സുൽത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുന്തിരിങ്ങ ജ്യൂസ്, അതായത് ഗ്രേപ്പ് ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മുന്തിരിയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ഉടഞ്ഞു പോയതോ ചീഞ്ഞു പോയതായിട്ടുള്ള മുന്തിരിങ്ങയൊക്കെ കാണുന്നത് ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പുണ്ടല്ലോ, അതും കൂടെ നന്നായി എല്ലാം നീക്കിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. അതായത് മുന്തിരിങ്ങ മാത്രം നമ്മൾ എടുക്കുക, ആ കമ്പ് ഇടരുത്. അപ്പോൾ അതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കിക്കാൻ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കമ്പൊക്കെ നീക്കിയിട്ട് ചീഞ്ഞതും ഉടഞ്ഞതും ഒക്കെ അങ്ങ് മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകുക. ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ മുന്തിരിങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുക്കുക. അതായത് ഒരു മുന്തിരി ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം എടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മുന്തിരിങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളത്തിലിടുമ്പോൾ തന്നെ ആ മുന്തിരിങ്ങയുടെ തോലൊക്കെ അങ്ങ് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പൾപ്പി ഗ്രേപ്പ് ജ്യൂസാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ പൾപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ഈ പൾപ്പൊക്കെ ഉടച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് മാറ്റിയിട്ട് തൊലി മാത്രം ചൂടാക്കാവുന്നതാണ്. അപ്പോൾ ആ തൊലി പൊട്ടിയിട്ട് മുകളിലേക്ക് ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും പൾപ്പൊക്കെ ഉടച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ മുന്തിരിങ്ങ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. തൊലിയൊക്കെ പൊട്ടി അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു പൾപ്പുണ്ടല്ലോ, അതൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ പൾപ്പൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇതൊരു തിള വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോയിലായതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിട്ട് പൾപ്പൊക്കെ അതിൽ തന്നെ ഉടച്ച് ചേർക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പൾപ്പൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ തിള വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് എന്തായാലും ഉടച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനിയൊരു ഫിൽറ്ററിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയിൽ ഒഴിച്ചതിന് ശേഷം അപ്പം നേരത്തെ ജ്യൂസായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ പൾപ്പൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ ജ്യൂസ് മുഴുവനും എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ജ്യൂസൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് നോക്കിക്കാൻ ഞാൻ ഇതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുന്തിരിങ്ങയുടെ പുളിപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 4 വലിയ സ്പൂണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല തണുപ്പിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പകുതി ഐസാവുന്ന സമയത്ത് എടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.